السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد أيها الناس اتقوا الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ചില അപാരമായ സൗഭാഗ്യങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളായി നമ്മളെ കാത്തിരിക്കും. ചില സമയങ്ങളും ചില സന്ദർഭങ്ങളും ചില അവസരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ടാണ് കടന്നു വരുന്നത്. ആ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ നമ്മൾ യഥാവിധി ഉപയോഗപ്പെടുത്തുമ്പോൾ, ആ സമയങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ എനിക്ക് കൂടുതൽ നന്മ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി അവൻ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ പ്രതിഫലമായിട്ട് മാറും. ഇന്ന് രാത്രി അഥവാ വരാനിരിക്കുന്ന രാത്രി വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു രാത്രിയാണ്. ഒന്ന്, റമദാനിന്റെ അവസാനത്തെ 10 ധന്യമായ ഒരു രാത്രിയാണ്. 2, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒറ്റയായ രാത്രികളിൽ ഒന്നാവുന്നു അത്. മൂന്നാമത്തേത്, ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുണ്ട് എന്ന് ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുന്ന റമദാൻ 25-ന്റെ ഒരു രാത്രിയാകുന്നു അത്. 4, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയുടെ രാത്രിയാകുന്നു അത്. 5, ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ രാത്രിയാകുന്നു അത്. ഇത്രയേറെ പ്രത്യേകതകൾ ഒത്തുകൂടിയ ഒരു രാവാണ് ഇന്നത്തെ പകൽ അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന കൊതി, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കൂടുതൽ നന്മയുണ്ടാകുവാൻ, കൂടുതൽ നന്മ ചെയ്യുവാനുള്ള അവസരത്തിന് വേണ്ടി അവൻ മത്സരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും നന്മയുടെ കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കുക, അത് സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണമെന്നവർ ആഗ്രഹിച്ചു. എപ്പോഴും നന്മയുടെ കാര്യത്തിൽ, ഒരു നല്ല കാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാകുവാൻ വേണ്ടി അവർ പരസ്പരം മത്സരിച്ചു. നമ്മുടെ ജീവിതത്തിലും അതൊരു വലിയ ഗുണമായിട്ടുണ്ടാവണം. നമ്മളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ പലപ്പോഴും മത്സരിക്കാറുണ്ട്. വീടിന്റെ കാര്യത്തില്, വാഹനത്തിന്റെ കാര്യത്തില്, വസ്ത്രത്തിന്റെ കാര്യത്തില്, മക്കളുടെ കാര്യത്തില്, വരുമാനത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാവണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊക്കെ മത്സരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മത്സരിക്കേണ്ടത് നന്മയുടെ കാര്യത്തിലാണ്. നന്മയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കൂടുതൽ കിട്ടണം, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കൂടുതൽ സാമീപ്യം ഉണ്ടാവണം. ആ ആഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം. അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നന്മക്ക് കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സമയം, സന്ദർഭം, ഒരു പ്രവർത്തനം അവന്റെ മുമ്പിൽ എത്തിയാൽ ആ സമയവും സന്ദർഭവും അവൻ പാഴാക്കി കളയുകയില്ല. കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ ആവേശത്തോടെ, ഉന്മേഷത്തോടെ ആ സമയവും സന്ദർഭവും മുതലാക്കുവാൻ വേണ്ടി, അത് തന്റേതാക്കുവാൻ വേണ്ടി അവൻ കഠിനമായി പരിശ്രമിക്കും. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങരുത്. ഈ രാത്രി നമുക്കുള്ളതാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തന്നതാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ശ്വസിക്കുവാൻ വായു കിട്ടാതെ ആശുപത്രിയുടെ ഉള്ളിലും പുറത്തുമായി കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാമാരി വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന കുടുംബങ്ങളുടെ സംസാരങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തത്തിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കൊരു കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, സന്ദർഭമുണ്ട്, ഒഴിവുണ്ട്, നമ്മൾ വീട്ടിലാണ്, നമുക്ക് ഭയപ്പെടാനില്ല, നമുക്ക് പട്ടിണിയില്ല, നമുക്ക് കഷ്ടപ്പാടില്ല, അല്ലെ? എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്ന് അവനെ ആരാധിക്കും
ഒരു അടിമക്ക് എന്താണോ കിട്ടേണ്ടത് അതൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റരുത്. ആ നന്മകളെ നന്മകളാക്കി മാറ്റാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവേ നീ എനിക്ക് തന്ന ആ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് റബ്ബേ എന്ന് അഭിമാനത്തോടെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങരുത്. ഈ രാത്രിയെ നമ്മൾ ഹയാത്താക്കണം. പകലുറങ്ങിക്കോളി, നമുക്ക് സമയമുണ്ടല്ലോ, പകലുറങ്ങാം. രാത്രി നമുക്ക് പരമാവധി ഉണർന്നിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ മാത്രല്ല, നമ്മുടെ വീട്ടുകാരെയും ഉണർത്തി കൂടെ ഇരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നിസ്കരിക്കണം. നിസ്കാരം റമദാനിന്റെ രാത്രിയിലെ ഏറ്റവും ധന്യമായ കർമ്മം നിസ്കാരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ കൂലി എനിക്ക് കിട്ടണം എന്ന ആ നീയത്തോടുകൂടി, ഇഹ്തിസാബ് എന്ന് പറഞ്ഞാല് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിന്റെ രാത്രികളിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ രാത്രിയെ നമ്മൾ നമസ്കാരം കൊണ്ട് ധന്യമാക്കുക. ഖുർആൻ അവതരിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ രാവിലാണ് നമ്മളുള്ളത്. ആ ഖുർആനുമായി വല്ലാത്ത ഒരു മാനസിക ബന്ധം ഉണ്ടാക്കുക. ഖുർആൻ ഓതുക, അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് കേൾക്കുക. ഓതുന്നതും പുണ്യമാണ്, അത് കേൾക്കുന്നതും പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുമായിരുന്നു, നിങ്ങൾ ഓതൂ, ഞാൻ കേൾക്കട്ടെ. അപ്പൊ സഹാബി പറഞ്ഞു, റസൂലേ അങ്ങേക്കല്ലേ ഖുർആൻ ഇറക്കി തന്നത്, പിന്നെ ഞങ്ങൾ ഓതിത്തരണോ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഓതൂ, ഞാൻ കേൾക്കട്ടെ. അവർ ഓതുന്നത് പ്രവാചകൻ കേട്ടിരിക്കാറുണ്ടായിരുന്നു. നമ്മുടെ കയ്യില് മൊബൈൽ ഫോണുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, മനോഹരമായ പാരായണങ്ങളുണ്ട്, അതേപോലെ തന്നെ മനസ്സിളക്കുന്ന തഖ്വയുള്ള ഓത്തുകളുണ്ട്, അർത്ഥം പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമുക്കത് കേൾക്കാനും പഠിക്കാനും ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ദിക്റുകൾ, ധാരാളമായി ദിക്റുകൾ ചെല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പൂർണ്ണമായ രൂപം. ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമായി ചെല്ലുക. ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, നമുക്കറിയുന്ന ദിക്റുകളൊക്കെ ധാരാളമായി നമ്മൾ ചെല്ലുക. അതോടൊപ്പം തന്നെ അല്ലാഹുവിനോട് നെഞ്ചുരുകി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സവിശേഷമായ സാഹചര്യങ്ങളിൽ ഒന്നാണ് ഇത്തരം രാത്രികൾ. നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ കത്തുകയാണ്. ഏത് സമയത്തും നാളെ രാവിലെ ഒരു വാർത്ത കേൾക്കുക, ഇന്നലെ സുബൈക്ക് ഉണ്ടായിരുന്ന ഇന്നാക്ക് രോഗാട്ടോ, ആശുപത്രി കൊണ്ടുപോയി, പിറ്റേന്ന് വേറൊരു വാർത്ത കേൾക്കുക, പിറ്റേന്ന് വേറൊരു വാർത്ത കേൾക്കുക. വാർത്തകൾക്ക് പഞ്ഞമില്ല. വാർത്തകൾ നമ്മളെ നെട്ടിപ്പിക്കുന്നില്ല, വാർത്തകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നില്ല, അസ്വസ്ഥരാക്കുന്നതേ ഉള്ളൂ. അപ്പോ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത 10-15 ദിവസം കൂടി ഈ തീഷ്ണമായ സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള നിഗമനങ്ങൾ. ചിലപ്പോൾ മുന്നോട്ട് കൂടുതൽ പോയേക്കാം. എന്തായിരുന്നാലും അസ്വസ്ഥാജനകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി. എല്ലാ ICUകളും തീർന്നിരിക്കുന്നു, വെന്റിലേറ്ററുകൾ അവസാനിച്ചിരിക്കുന്നു. ശ്വാസം കിട്ടാതെ ആശുപത്രി മുറ്റത്ത് ആംബുലൻസുകളിൽ കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, ആ മനുഷ്യന്റെ അടുത്ത് നിൽക്കേണ്ടി വരുന്ന കുടുംബ ബന്ധങ്ങളുടെ അവസ്ഥ ഒക്കെ പണ്ടൊക്കെ കഥകളിൽ നമ്മൾ കേട്ടതൊക്കെ ഇന്ന് നമ്മുടെ കൺമുമ്പിലും നാളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിസ്സഹായാവസ്ഥയിൽ ഒരു സത്യവിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. സിലാഹ് എന്ന് പറഞ്ഞാൽ ആയുധം എന്നർത്ഥം. സത്യവിശ്വാസിയായ മനുഷ്യന്റെ ആയുധമാണ് പ്രാർത്ഥന. അവൻ കുഴങ്ങുന്നിടത്ത്, അവൻ നിസ്സഹായനാവുന്നിടത്ത് തന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച് ആ അള്ളാഹുവിനോട് നെഞ്ചുരുകിയുള്ള തേട്ടങ്ങൾ അത് അള്ളാഹു തആല കൈവിടുകയില്ല, അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാടിനും ലോകത്തിനും ജനങ്ങൾക്കും, ലോകത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മാരകമായ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് നെഞ്ചുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ വല്ലാതെ
വല്ലാതെ പ്രയാസപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. ആ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി ഏറ്റാൻ മാത്രമുള്ള പാണ്ടക്കെട്ടുകൾ നമ്മുടെയൊക്കെ നാവും പ്രവർത്തനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ജീവിക്കുന്നത് ഏറെ അശുഭകരമായ സാഹചര്യങ്ങളിലാണ്. മക്കളും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ ഇങ്ങനെ പ്രയാസങ്ങള്, വിള്ളലുകള്, സങ്കടങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തുഷ്ടമായ സമാധാനപൂർണമായ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ടവരുടെ ഹിദായത്തിലുള്ള ജീവിതത്തിന് വേണ്ടി റബ്ബിനോട് നമ്മൾ നെഞ്ചുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കണം. എല്ലാത്തിനും അപ്പുറം നാളെ മരണത്തിന് ശേഷം പടച്ചറപ്പിന്റെ കോടതിയിലെ വിചാരണയിൽ അല്ലാഹുവേ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകരുത്, അല്ലാഹുവേ സ്വർഗത്തിലേക്കുള്ളവരുടെ കൂട്ടത്തിലാവണം എന്റെ സ്ഥാനമെന്ന് നമ്മൾ റബ്ബിനോട് ഈ രാത്രിയിൽ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെയായിരിക്കും ഞാൻ. അന ഇൻദ വന്നി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അവിടെയാണ് ഞാൻ. അതായത് എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും എന്ന ഉറപ്പോടുകൂടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. എന്റെ പ്രാർത്ഥന അത് അല്ലാഹു നിറവേറ്റിത്തരും എന്ന ഉറപ്പോടുകൂടിയാണോ തേടുന്നത്, ആ തേട്ടം അല്ലാഹു കേൾക്കും. കിട്ടി പോയാ പോയി, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കൂല. അപ്പോൾ നമ്മൾ നല്ല ഉറപ്പോടുകൂടി എന്റെ റബ്ബ് എന്തിനും കഴിവുള്ളവനാണ്, എന്റെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എന്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, എന്റെ റബ്ബ് എന്നോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്, ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് അത് തട്ടിക്കളയുകയില്ല എന്ന ഉറപ്പോടുകൂടി, സംശയമില്ലാതെ നിരാശയില്ലാതെ ഉറപ്പോടുകൂടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. അല്ലാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാൽ ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് എന്താണോ അത് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ഇബാദത്തായി സൽക്കർമ്മമായി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ അപകടങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനകൾ നമ്മളെ കാത്തു സൂക്ഷിക്കും. ഇത് മൂന്നും ചെറുതല്ല. ഒന്ന്, നമ്മൾ ചോദിച്ചത് കിട്ടുകയാണ്. രണ്ടാമത്തേത്, അതൊരു ആരാധനയായി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയാണ്. മൂന്ന്, ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. രാത്രികളിൽ ഇന്ന് തുടങ്ങിക്കോളി, ഇനിയുള്ള രാത്രികൾ കുറച്ച് രാത്രി, പരമാവധി 5 രാത്രി, ആ രാത്രികൾ നമ്മൾ ഉണർന്നിരിക്കുക. പകലിപ്പോ നമുക്ക് ജോലി തിരക്കില്ല. മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ റമദാനാണ്. നമുക്ക് സമയമുണ്ട്, സന്ദർഭമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ആ രാത്രിയിൽ ഉണർന്നിരിക്കാൻ തീരുമാനിച്ച് ആ യുദ്ധത്തിന്റെ ഇടക്ക് നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും ആ ഉറക്കം പോലും നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാതെ നമ്മളും നമ്മുടെ കുടുംബവും കാത്തിരിക്കുക. പ്രാർത്ഥനയില്, ഇബാദത്തുകളില്, ആരാധനകളില് അതിന്റെ ഇടക്ക് ഉറങ്ങിപ്പോയാൽ പോലും, ക്ഷീണമോ ഉറക്കമോ നമുക്ക് തടസ്സമായാൽ പോലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിൽ നിന്ന് അത് നമ്മളെ തടയുന്നില്ല. അല്ലാഹുവിൻ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. നമ്മൾ വിലപ്പെടുത്താൻ കിട്ടൂല, നമ്മൾ കാത്തിരുന്നാൽ കിട്ടൂല. അടുത്ത റമദാനിൽ ഇങ്ങനെ ഒരു രാത്രി വരുമ്പോ അന്ന് നമ്മൾ ഉണ്ടാകുമെന്നോ, ഉണ്ടായാൽ തന്നെ ഈ ആയുസ്സോടുകൂടി അതിനെ സ്വീകരിക്കാൻ പറ്റുമെന്നോ ഒന്നും ഉറപ്പിച്ചു പറയാൻ ആർക്കാ പറ്റുക? അടുത്ത റമദാൻ പോയിട്ട് നാളത്തെ കാര്യം പറയാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവസരങ്ങളെയും സന്ദർഭങ്ങളെയും മനോഹരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് തേടുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യം നിറഞ്ഞ രാത്രികളിൽ ഉണർന്നിരുന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പുണ്യത്തിന്റെ രാവുകളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ പടച്ച റബ്ബ് അതിന്റെ പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ രാത്രികളിൽ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിശിഷ്ടമായ ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള പുണ്യങ്ങൾ സ്വന്തമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.